ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞ പ്രിയപ്പെട്ടവരോട് ഒരിക്കൽ കൂടി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാകില്ല. അത്തരത്തിൽ സങ്കടം ഉള്ളിലൊതുക്കി കഴിയുന്നവർക്കായി ജപ്പാനിൽ ഒരു ഫോൺ ബൂത്തുണ്ട്, കാസെ നോ ഡെൻവർ അഥവാ കാറ്റിന്റെ ഫോൺ. ജപ്പാനിലെ ഓട്സുച്ചി എന്ന തീരദേശ നഗരത്തിലെ ഒരു പൂന്തോട്ടത്തിലാണ് ഈ വെള്ള നിറത്തിലുള്ള ഫോൺ ബൂത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇതിനുള്ളിൽ പഴയ മോഡലിലുള്ള ഒരു കറുത്ത ടെലിഫോണുണ്ട്. എന്നാൽ ഈ ഫോണിന് കേബിൾ കണക്ഷനോ സിഗ്നലോ ഇല്ല. ഇത് ആരുമായും നേരിട്ട് ബന്ധിപ്പിച്ചിട്ടുമില്ല. എന്നിട്ടും ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും ഇവിടെ എത്തുന്നത്. 2010 ഇറ്റാരു സസാക്കി എന്ന വ്യക്തിയാണ് ഇത് നിർമ്മിച്ചത്. ക്യാൻസർ ബാധിച്ച് മരിച്ചുപോയ തന്റെ ബന്ധുവിനോടുള്ള തീരാത്ത വിഷമം പങ്കുവെക്കാനാണ് അദ്ദേഹം സ്വന്തം തോട്ടത്തിൽ ഈ ഫോൺ സ്ഥാപിച്ചത്. തന്റെ വാക്കുകൾ കാറ്റിലൂടെ പ്രിയപ്പെട്ടവരിലേക്കെത്തുമെന്ന വിശ്വാസത്തിലാണ് അദ്ദേഹം ഇതിന് കാറ്റിന്റെ ഫോൺ എന്ന് പേരിട്ടത്. 2011 സുനാമിയിലും ഭൂകമ്പത്തിലും പെട്ട് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചതോടെ ഈ ഫോൺ ബൂത്ത് ലോകശ്രദ്ധ നേടി. ഉറ്റവരെ നഷ്ടപ്പെട്ടവർ തങ്ങളുടെ ഉള്ളിലെ സങ്കടവും പരാതികളും സ്നേഹവും ഈ ഫോണിലൂടെ വിളിച്ചു പറയാൻ തുടങ്ങി. മറുപുറത്ത് ആരും സംസാരിക്കാനില്ലെങ്കിലും ഉള്ളിലെ ഭാരം ഇറക്കിവെക്കാൻ ഈ ഫോൺ സഹായിക്കുന്നുവെന്നാണ് ഇവിടെ എത്തുന്നവർ പറയുന്നത്. ഇതുവരെ ഏകദേശം 30,000-ഓളം ആളുകൾ ഈ വിചിത്ര ഫോൺ ബൂത്ത് സന്ദർശിച്ചു കഴിഞ്ഞു. ജപ്പാനിലെ ഈ ആശയം ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പടർന്നുകഴിഞ്ഞു. സമാനമായ രീതിയിലുള്ള വിൻഫോണുകൾ ഇപ്പോൾ പല രാജ്യങ്ങളിലെ പാർക്കുകളിലും വനങ്ങളിലും കാണാം. പ്രിയപ്പെട്ടവരുടെ വിയോഗം താങ്ങാനാവാത്തവർക്ക് തങ്ങളുടെ വികാരങ്ങൾ പങ്കുവയ്ക്കാനുള്ള ഒരു താവളമായി ഈ ഫോൺ ബൂത്തുകൾ മാറുന്നു. മറുഭാഗത്ത് ശബ്ദമില്ലെങ്കിലും കാറ്റിലൂടെ തന്റെ വാക്കുകൾ പ്രിയപ്പെട്ടവർ കേൾക്കുന്നുണ്ടെന്ന ഉറച്ച വിശ്വാസമാണ് ഇവിടേക്ക് ആളുകളെ ആകർഷിക്കുന്നത്.